നമ്മളിന്ന് കുറച്ച് ട്രഡീഷണൽ ഡാൻസ് സ്റ്റെപ്സ് കാണാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ മുയൽക്കുട്ടന്മാരുടെ ഇടയിലൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ അധികം പശുക്കളും ഒക്കെയുള്ള കുറേ ആനിമൽ എക്സിബിഷനിലൂടെ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ നമ്മളുള്ളത് കുറേ മിഠായികളൊക്കെ ഉള്ള സ്ട്രീറ്റ് ഫുഡിൻ്റെ ഇടയിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ കുറേ ആളുകളുടെ ഇടയിലൂടെ നമ്മളിങ്ങനെ തിക്കും തിരക്കുമായി നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ പച്ചക്കറികളും ഒക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന കുറേ ഏരിയകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബേർഡ് എക്സിബിഷൻസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ആക്കാവേ. ഇന്ന് നമ്മൾ പോകുന്നത് മാൾട്ടയിലുള്ള ബുസ്കറ്റ് എന്ന് പറയുന്ന ഇവിടെ ഒരു ഫോറസ്റ്റ് ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ആ ഒരു ബുസ്കറ്റ് ഗാർഡനിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവിടെ ഇന്നൊരു ഓരോ വർഷവും കൃത്യമായിട്ടുള്ള ഓരോ വർഷവും ഇടവേളകളിൽ നടക്കുന്ന ഒരു എക്സിബിഷനാണ്, ഒരു ഫെസ്റ്റിവലാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഈ ഫെസ്റ്റിവലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ആളുകൾ, ഫാർമേഴ്സ്, ഇവിടെയുള്ള കൃഷിക്കാരൊക്കെ അവർക്ക് എന്താണോ ഉള്ളത് അതൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ എക്സിബിഷനാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ബസ് കയറി നമ്മൾ നേരെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഉള്ളിലേക്കാണ് പോകേണ്ടത്. കാര്യം നമ്മൾ ഇതൊരു വലിയൊരു ഫോറസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പൊ അങ്ങോട്ട് നേരെ നമുക്ക് വാഹനങ്ങൾ എത്തിച്ചേരാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ബസ്സിനൊക്കെ വരുമ്പോൾ തരും കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോഴത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു ഇടവഴിയിലൂടെ, നോ ആക്സസ് ടു വെഹിക്കിൾസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇടവഴിയിലൂടെ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടത്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നിലത്തൊക്കെ നല്ല കല്ല് വിരിച്ച വഴികളാണ് കേട്ടോ. രണ്ട് വശങ്ങളിലായിട്ടും വലിയ കല്ല് കെട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ കല്ല് കെട്ടുകളുടെ ഉള്ളില് ഈ ഓരോരോ ഫാർമേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ഫീൽഡുകളാണ്, കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫീൽഡുകളാണ് കേട്ടോ. അപ്പൊ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലുള്ള ഒരു കള്ളിമുൾ ചെടി എന്നൊക്കെ നമ്മൾ പറയുന്നത്, ആ ടൈപ്പ് ഓഫ് ഒരു ചെടിയാണ് കേട്ടോ നമ്മൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. നല്ല രസമായിട്ട് ഇങ്ങനെ 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 പടർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതൊരു ഫീൽഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുവഴി വണ്ടി കയറാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞാലും ചില ബിരുദന്മാരൊക്കെ അതുവഴി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കാര്യം അവരൊക്കെ ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഏരിയയുടെ ഇടയ്ക്കൊക്കെ വീട് വെച്ച് താമസിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ അവരൊക്കെ അങ്ങനെ പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ ആ ഒരു ഏരിയയിലേക്ക്, ബുസ്കറ്റ് ഗാർഡനിലേക്ക് പോകാനുള്ള ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ടോ, ബുസ്കറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ. അപ്പൊ ഈ ഒരു റൈറ്റ് സൈഡ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് നേരെ പോകുമ്പോഴാണ് നമ്മൾ ആ ഒരു എക്സിബിഷൻ ഒക്കെ നടക്കുന്ന ആ ഒരു വലിയ ഏരിയയിലേക്ക് നമുക്ക് എത്തുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു വഴിയിലൂടെ നമുക്ക് ഇങ്ങനെ കയറി, ഇവിടെ ചെറിയ ഗേറ്റ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. കാര്യം വാഹനങ്ങൾ ഒരുപാട് ഉള്ളിലേക്ക് കയറി നല്ല നല്ല തിരക്കാവില്ലേ. കാര്യം അത്ര ആളുകൾ വരുന്ന ഒരു വലിയൊരു സംഭവമാണിത്, ഒരു വലിയ ഫെസ്റ്റിവലാണിത്. അതുകൊണ്ടാണ് കേട്ടോ വാഹനങ്ങളൊക്കെ അവിടെ തടയുന്നത്. അപ്പോൾ നമുക്ക് കുറെ അധികം കാഴ്ചകളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ആദ്യത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമ്മൾ ആ ഒരു എൻട്രിയിലേക്ക് എത്തുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കുറെ അധികം പശുക്കളെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പശുക്കളൊക്കെ ഉണ്ട്. അത് ഡിഫറെന്റ് ബ്രീഡുകളിലുള്ള പശുക്കളെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതെല്ലാം ഓരോ ഫാർമേഴ്സിന്റെ ആണ്. അത് സെപ്പറേറ്റ് ആ ഒരു ഏരിയയിൽ ഇങ്ങനെ കിട്ടി അതിനെ നിർത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊരു മത്സരം പോലെയാണ്. അതായത് ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളൊക്കെ കൊടുക്കുന്ന എല്ലാ വർഷവും നടക്കുന്ന ഇതൊരു വലിയൊരു കോമ്പറ്റീഷൻ പോലെയാണ്. അപ്പം ഓരോ ഫാർമേഴ്സും അവരുടെ ഫാർമിലുള്ള ഏറ്റവും നല്ല പശുക്കളെ ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഫീൽഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫീൽഡ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അവിടെ നമുക്ക് ആ ചുറ്റും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. അപ്പൊ ആ ആളുകളൊക്കെ ഈ ഒരു കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പൊ ആ ഒരു സെൻട്രൽ ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു പശുക്കളെ ഇങ്ങനെ എത്തിക്കും. എന്നിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തും. അപ്പൊ അവർക്ക് ഏറ്റവും നല്ല പശുക്കൾക്കൊക്കെയുള്ള ആ ഒരു കപ്പ് ഉണ്ടല്ലോ, ആ കപ്പാണ് കേട്ടോ ആയിരിക്കുന്നത്. അപ്പൊ ആ കപ്പ് നേടാൻ വേണ്ടിയിട്ടാണ് ആ പശുക്കളൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേന് ഈ ഒരു ബിസ്ക്കറ്റ് ഗാർഡനിൽ മുഴുവൻ ഒരു മാപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ വരുന്ന ആൾക്ക് ഇവിടെ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്ന എക്സിബിഷൻസ്, എവിടെയാണ് എമർജൻസി എക്സിറ്റുകളൊക്കെ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാര്യം ഇത്രയും ആളുകൾ വരുന്നതല്ലേ. അപ്പൊ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ അതുപോലെ ഇവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ മുന്നിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേനും ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കുറെ സ്ട്രീറ്റ് ഫുഡ്സ് സ്റ്റോഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ 2 കണ്ടുള്ളൂ. പക്ഷെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, നിറച്ചും ഇങ്ങനെ ഫുഡ് സ്റ്റോഴ്സ് ആണ്. അകത്ത് മുഴുവൻ നമുക്ക് അകത്ത് ചെല്ലുമ്പോഴത്തേനും അത് നിറച്ച് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഇതേ മുന്നിലേക്ക് പോകുമ്പോഴത്തേനും ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഡിസ്പ്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വലിയൊരു ബുസ്കറ്റ് എന്ന് പറയുന്ന ഇതൊരു വുഡ്ലാൻഡ് ആണ്, ഒരു വലിയൊരു ഫോറസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ഫോറസ്റ്റിന്റെ കാര്യങ്ങൾ എന്താണ്, എല്ലാ വർഷവും എവിടെ നടക്കാൻ പോകുന്ന പരിപാടികൾ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് കേട്ടോ നമ്മൾ അവിടെ കണ്ടത്. ഇവിടെ നമുക്ക് വലിയൊരു ഗേറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഗേറ്റിന്റെ ഉള്ളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ മെയിൻ ഭാഗത്തേക്ക് നമ്മൾ എത്തി. ഇനി നമ്മൾ എക്സിബിഷൻസ് തുടങ്ങുകയാണ് കേട്ടോ ഇവിടെ തൊട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് ഇവിടുത്തെ കർഷകരൊക്കെ ഫീൽഡിൽ ഉപയോഗിക്കുന്ന അവരുടെ വാഹനങ്ങൾ. ഈ ട്രക്ക് പോലുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ട്രാക്ടർ ഒക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ പറയില്ല. അപ്പൊ ഈ ട്രാക്ടർ പോലെയുള്ള മണ്ണ് ഉഴുതുമറിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന, ഫീൽഡിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അപ്പൊ ഒരു വലിയൊരു ട്രാക്ടർ ആണ്, ഒരു റെഡ് നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാൻ വേണ്ടി വരുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ
ചെറിയ ട്രാക്ടറാണ്. ഈ ഒരു ഗ്രീൻ ഒക്കെ ഉണ്ടല്ലോ അത് ചെറുതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാക്ടേഴ്സ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഇനി ഉള്ളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇതൊരു ഫോറസ്റ്റ് ആണ്. അപ്പൊ എന്തെങ്കിലും ഫയറോ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ വിളിക്കേണ്ട നമ്പേഴ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റിക്കൊക്കെ അതുപോലെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റിക്കൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മൾ ഈ താഴെ കാണുന്നുണ്ടോ, ഇതാണ് ഈ ഒരു ഫോറസ്റ്റ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ്. ഇപ്പൊ മാൾട്ട പോലൊരു ചെറിയ രാജ്യത്ത് എങ്ങനെയാണ് ഈ ഫോറസ്റ്റ് വർക്കൗട്ട് ആവും നമുക്ക് തോന്നും, പക്ഷെ ഇവിടെ ഉണ്ട്. ഈ ഒരു ചെറിയ രാജ്യത്ത് പോലും അവർക്ക് ആ ഒരു എൻവയോൺമെന്റിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല രീതിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു ഫോറസ്റ്റ് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഉള്ളിലേക്ക് പതിയെ നടന്ന് പോവാം. ഈ ഒരു വഴി കുറച്ചും ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് കേട്ടോ നമ്മൾ ആ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് നമ്മൾ ആ ഒരു മെയിൻ ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ആ ഒരു മെയിൻ വുഡ്ലാൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടം തൊട്ടാണ് ഇനി നല്ല തിരക്കും എക്സിബിഷൻസും ഡാൻസ് പ്രോഗ്രാംസും ഫുഡ് സ്റ്റോറുകളും ഒക്കെയുള്ള വലിയൊരു ഏരിയയിലേക്കാണ്. ഇവിടെ ഇഷ്ടം പോലെ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ പോവാം. അപ്പോഴത്തേക്ക് നമ്മൾ മുമ്പിലേക്ക് നടന്ന് പോകുമ്പോഴത്തേനും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു സ്റ്റേജ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ സ്റ്റേജിൽ പെർഫോമേഴ്സ് ഇങ്ങനെ പെർഫോം ചെയ്യാനായിട്ടുള്ള അവരുടെ ഒരു പ്രിപ്പറേഷൻസ് ഇങ്ങനെ തുടങ്ങുകയാണ്. നമ്മൾ തിരിച്ചു കയറി വരുമ്പോഴത്തേനും അവർ പെർഫോം ചെയ്യുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോഴത്തേക്ക് അവരെല്ലാം അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പം അതാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമുക്കിനി കുറച്ചും കൂടെ മുന്നിലേക്ക് പോവാം കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ എന്ത് തിരക്കാണെന്ന് നോക്കിയേ. നല്ല ഒരു കാല് വെക്കാൻ ഇടയില്ലാത്ത രീതിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെ ആളിങ്ങനെ നിറയും കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ കുറെ കോഫി ഷോപ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിറച്ചും ഈ ഒരു സൈഡ് നിറച്ചും ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു പോപ്കോൺ ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ പോപ്കോൺ മാത്രമല്ല, ചെറിയ ഈ ബീഫ് സ്റ്റൂ പോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ചെറിയ ബ്രെഡിനകത്തൊക്കെ റോൾ ചെയ്യുന്ന ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഒരു വലിയൊരു റോസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് പോർക്കാണെന്ന് തോന്നുന്നു. അതിനെ ഇങ്ങനെ റോസ്റ്റ് ആക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അത് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് സ്പിന്നിങ് വീല്. അപ്പൊ എല്ലാ ഫെസ്റ്റിവൽ നടക്കുന്ന ഏരിയകളിലും ലോകത്തെമ്പാടും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്പിന്നിങ് വീല്. അപ്പൊ അവിടെ അദ്ദേഹം കൊണ്ട് കൊടുക്കുന്നുണ്ടോ ഒരു പെട്ടി കൊണ്ട് അദ്ദേഹത്തിന് കൈമാറിയതുണ്ട്. കാര്യം അദ്ദേഹം ജയിച്ചു, ആ സ്പിൻ വീലിൽ അദ്ദേഹം ജയിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തത്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് മിഠായികളൊക്കെ വിൽക്കുന്ന കുറെ ഏരിയകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പെട്ടിക്കകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിനൊരു സിംഗിൾ പേയ്മെന്റ് നമ്മൾ കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഏരിയയിൽ നമ്മുടെ നാട്ടിലെ ഈ ഹൽവ എന്നൊക്കെ പറയില്ലേ, അപ്പൊ ഈ ഹൽവ പോലത്തെ അതുപോലെ തന്നെ നിർമ്മിക്കുന്ന മറ്റു കുറെ ഐറ്റംസ് വെച്ചിട്ട് ഇവിടെ കിട്ടുന്ന ഐറ്റംസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഹൽവ പോലെയുള്ള കുറച്ച് സ്വീറ്റ്സ് ആൻഡ് ഇതൊക്കെയാണ് കേട്ടോ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് ചെറിയൊരു പെർഫ്യൂം ഷോപ്പാണ് കേട്ടോ. ആ ഒരു പെർഫ്യൂം ഷോപ്പിൽ നമുക്ക് എല്ലാ ഷോപ്പിലും നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു ഷോപ്പാണ് കേട്ടോ. അതായത് ചെറിയ കാർപ്പറ്റുകള്, പിന്നെ ഷോളുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുറെ ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരാൾ അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നതാണ്. ഈ റൈറ്റ് സൈഡിൽ ഒരാളെ നോക്കി, ഇദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാർപ്പറ്റുകളും ഓരോ ഷോളുകളും ഇത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ചെയ്യുന്ന നമുക്ക് കൃത്യമായിട്ട് ലൈവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് ആ ഒരു നൂലിൻ്റെ ഇടയിലൂടെ ആ ഒരു തിക്കായിട്ടുള്ള പാട്ട് അദ്ദേഹം കടത്തി വിട്ടിട്ട് എങ്ങനെയാണ് ഒരു കാർപ്പറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ വണ്ടർ അടിച്ചു പോകും. നല്ല ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. എല്ലാ വർഷവും നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇത്. ചിലപ്പോൾ ഇത് ഇവർ ഡെയിലി ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കുമല്ലോ അത്ര എക്സ്പീരിയൻസ് അവർക്ക്. അപ്പൊ ഇങ്ങനെ എക്സിബിഷൻ വരുമ്പോഴത്തേനും അവർ അവിടെ വന്നിട്ട് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പൊ നമുക്ക് ഇനി പ്രധാനപ്പെട്ട ഏരിയകളിലേക്ക് പോവാം. ഇനി നമുക്ക് ആനിമൽ എക്സിബിഷൻ ഏരിയകളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മളിനി കുറെ മുയലുകളെയും കോഴികളെയും താറാവുകളെയും കാണാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്ക് കാണുന്നത് പ്രാവുകളെയാണ് കേട്ടോ. ഇത് പ്രാവുകളെ പ്രദർശിപ്പിച്ചിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ഏരിയ ആണ്. നമുക്ക് കുറേ അധികം കാണാൻ വേണ്ടി പറ്റും. സ്റ്റാർട്ടിങ് ഏരിയ തന്നെ സമാധാനത്തിന് സിമ്പിളായിട്ടുള്ള പ്രാവുകളെയാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ കുറെ പ്രാവുകൾക്കുള്ള ഫുഡൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഷെല്ലിലാണ് കേട്ടോ. അതിനകത്താണ് ഈ ഒരു പ്രാവുകളെ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഓരോ ഫാർമേഴ്സ് വളർത്തുന്ന പിജിൻസ് ആണ് കേട്ടോ. അല്ലാതെ നമുക്ക് പുറത്ത് കാണുന്ന അങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന പിജിൻസ് അല്ല, വളർത്തുന്നതാണ്. ഇവിടെ നമുക്ക് കുറേ അധികം കോഴികളെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറേ ചിക്കൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതും നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പൂവനും പെടയും എല്ലാ തരത്തിലുള്ള കോഴികളും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ആ ഒരു ഏരിയ എല്ലാം പിന്നീട് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇത് ഒരു കരിങ്കോഴി, കറുത്ത ഒരു കോഴിയെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു റൈറ്റ് സൈഡിൽ ഫുൾ കോഴികളെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് ചിക്കൻസ് ആണ്. പിന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ല ടൈപ്പ് ഓഫ് കോഴികളെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, അതിന്റെ കണ്ണെവിടാന്ന് നമ്മളിങ്ങനെ ഓർക്കും.
ഇതെങ്ങനെ കാണുമെന്ന് ഓർക്കും, അതിങ്ങനെ വട്ടം തിരിയുന്നുണ്ട്. ഇപ്പൊ കണ്ണ് കാണാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അപ്പൊ വീണ്ടും നമ്മൾ പിജിൻസിന്റെ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു പിജിൻസ് ഒക്കെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ ഉള്ള നോർമൽ പിജിൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ താറാവിന്റെ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് താറാവുകളുടെ ഡിഫറെന്റ് ബ്രീഡ്സ് ഓഫ് താറാവുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്കിനി മുയൽക്കുട്ടന്മാരുടെ ഏരിയയിലേക്ക് പോവാം. അപ്പം മുയലാണല്ലോ നമുക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവി എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇനി മുയലിന്റെ ഏരിയയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് നമ്മൾ മുയലിന്റെ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മുയലിനെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ചെവി നീളമുള്ളത്, ചെവി കുറഞ്ഞത്, ഒരു കറുത്ത മുയലിനെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മുയൽക്കുട്ടന്മാരെല്ലാം റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ആർക്കും പണിയെടുക്കാനൊന്നും വയ്യ. എല്ലാവരും തന്നെ ഒട്ടുമിക്ക ഒരു 90% ആളുകളും തന്നെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്യാമറയെ കാണുമ്പോഴത്തേക്കും ഞാനൊന്നും ഇല്ലേ, വേണമെങ്കിൽ എടുത്തിട്ട് പോടേ എന്നുള്ള രീതിക്കാണ് കേട്ടോ. ഇതൊരു ചെരിഞ്ഞ് കിടന്ന് നമ്മുടെ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെയൊക്കെയുള്ള ചില മുയലുകളെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ചെവിക്കൊക്കെ നല്ല നീളമാണ് കേട്ടോ. ഐ മീൻ മുയലുകൾക്കെല്ലാം ചെവിക്ക് നല്ല നീളമുണ്ട്, പക്ഷെ കുറച്ചും കൂടെ ചെവിക്കൊക്കെ നല്ല വീതി നീളമൊക്കെ ഉള്ള മുയലുകള ഒരു 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 ടൈപ്പ് ഓഫ് ബ്രീഡ്സ് ആണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടത്. കുറെ ആളുകൾ അതിനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. മുയലുകളെ ഇങ്ങനെ തൊട്ടൊക്കെ നമ്മളും കുറച്ച് കഴിയുമ്പോൾ ഒരെണ്ണത്തിന് തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഇല്ലാത്ത സംഭവമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മള് കാര്യം എന്നാണെന്നറിയോ, നമ്മുടെ നാട്ടിൽ നമ്മളൊരു മുയലിനെ തൊടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഒക്കെ ചെയ്യുന്ന കാര്യമാണല്ലേ. നമ്മൾ രാജ്യവും കടന്നു വന്നിട്ടേ ഇനിയിപ്പം ഇവിടെ ഒരു മുയലിനെ തൊട്ടില്ല എന്ന് വേണ്ട. അപ്പോഴത്തേക്കും ഞാനും ഇങ്ങനെ ഒരു മുയലിനെ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ തൊടൽ അറിയാഞ്ഞിട്ടാണോ അതോ തൊടൽ ചെയ്യുമ്പോൾ ഫീൽ ചെയ്തതെന്ന് അറിയത്തില്ല. ഒരു റിയാക്ഷനും ഇല്ല കേട്ടോ. തൊട്ടിട്ട് പോടേ എന്നുള്ള ലെവലിലായിരുന്നു. ഇതൊരുത്തിന് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ക്യാമറ ഒന്നും ശ്രദ്ധിക്കാണ്ട്, ആരെയും ശ്രദ്ധിക്കാണ്ട്, അവിടെയുള്ള ആളുകളെ ഒന്നും ശ്രദ്ധിക്കാണ്ട് ലെവൻ്റെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കൈയൊക്കെ എന്തൊക്കെയോ അറേഞ്ച് ചെയ്ത് ഇതൊക്കെ കാര്യമായിട്ടുള്ള ബിസിയിലാണ് ആശാൻ. നമ്മൾ ആശാനെയൊക്കെ പിന്നിട്ട് നമ്മൾ വീണ്ടും മുന്നിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇതേ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കുന്നൊക്കെ ഉണ്ട്. നല്ല ദാഹം, നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ ഇപ്പോൾ ഈ സമയത്തൊക്കെ. ചിലരൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നു. ഞാനങ്ങും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നു. അതാണ് കേട്ടോ നമ്മുടെ മുയലിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വൈൽഡ് ചിക്കൻസിന്റെ ഏരിയ, കാട്ടുകോഴികളുടെ ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് മുകളിലായിട്ട് ഒരു കറുത്ത ഒരു കാട്ടുകോഴി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. താഴെയായിട്ട് ഇതൊക്കെ നമുക്ക് നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ കാടുകളിലൊക്കെ കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കാട്ടുകോഴികളാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഈ കാട്ടു താറാവുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കാട്ടു താറാവ്, താറാവ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കാട്ടിലും ഉണ്ടല്ലോ. അപ്പൊ കാട്ട് ടൈപ്പ് ഓഫ് താറാവുകളെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ബാഡ്ജിങ്ങിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റാങ്ക് കൂടുതലുണ്ട് എന്നുള്ളതാണ്. അതായത് വിജയിച്ച താറാവുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു കോമ്പറ്റീഷൻ പോലെയാണല്ലോ. അപ്പൊ നമുക്ക് നേരെ പച്ചക്കറികളുടെ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്ന തണ്ണിമത്തൻ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് കുറെ ആപ്പിളുകള്, പിന്നെ ഇവിടെ ഒരു വണ്ടിയിൽ കുറേയധികം തക്കാളികള്, ചെറിയ മാങ്ങ, പാവയ്ക്ക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മുളകുണ്ടല്ലോ, അത് നമുക്ക് കാണാൻ വേണ്ടി, മത്തങ്ങ താഴെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ട്രക്കിന്റെ പുറകിലായിട്ട് കുറേയധികം കോളിഫ്ലവറുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ബീട്രൂട്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ, ഈ ഇല കൂടിയ പച്ചക്കറികളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടും കുറെ അധികം കോഴികളെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ അധികം ചിക്കൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലെഫ്റ്റ് സൈഡായിട്ട് ആ ഒരു ചേർന്നാണ് ഈ ഒരു പച്ചക്കറികളുടെ ആ ഒരു ഏരിയ വരുന്നത് കേട്ടോ. അത് കുറെ സവോളയൊക്കെ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. എയറില സവോളയൊക്കെ നേരത്തെ എയറിലായി കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഏരിയകളിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ കടന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള മുളകുകൾ, തക്കാളികളൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ ഇറങ്ങി മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേനുണ്ടല്ലോ, ഇവിടെ നമുക്ക് കുതിരക്കുട്ടനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല നല്ല വലിപ്പമൊക്കെ, നല്ല ശരീരമുള്ള നല്ല ഉഗ്രൻ ഒരു കുതിര. അപ്പൊ ഈ കുതിരയായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഫ്രീ ആണ്. കുതിരയായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. കുതിരയുടെ ശരീരത്തിൽ നമുക്ക് പോയി തൊടാം. ഒരു പ്രശ്നമില്ല. കുതിര നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. കുറെ കൊച്ചു പിള്ളേരൊക്കെ കണ്ടപ്പോഴത്തേനും കുതിര കൊച്ചായി മാറി കേട്ടോ. അയ്യോടാ, നാല് കൊച്ചുങ്ങള് നിൽക്കുന്ന പോലെ ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമുക്കിനി എന്തെങ്കിലും കഴിക്കാം കേട്ടോ. കാര്യം നമുക്കിനി വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ സമയം ഒരു നല്ലൊരു സമയമായിട്ടുണ്ട്. 9 മണി 10 മണി ആയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ ചെറിയൊരു സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനൊരു നല്ല ഏരിയ കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് കഴിക്കാം. എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ല കൂറ്റാക്കൊരു ഇരുട്ടത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ വീണ്ടും മുന്നിലേക്ക് ഇറങ്ങി. അപ്പൊ ഈ ഒരു ഏരിയയിലൂടെ നമ്മൾ നേരെ മുന്നിലേക്ക് പോകും. നമ്മൾ ആദ്യം ഞാൻ ആ പ്രൊമോയ്ക്കകത്ത് കാണിച്ചില്ലേ നമ്മുടെ ഇത് ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ. അപ്പൊ ഈ ഒരു ഏരിയയിലാണ് ആ ഒരു ഡാൻസ് ഒക്കെ നടക്കുന്നത് കേട്ടോ. ഇത് ട്രഡീഷണൽ മാൾട്ടീസ് ഡാൻസ് പ്രോഗ്രാംസ് ആണ്. അതായത് ഒരു മോഡേൺ ടച്ചും ഇല്ലാത്ത, അവിടെ ഒരു മൈക്കും ലൈറ്റിങ്ങും മാത്രമേ ഉള്ളൂ മോഡേൺ.
പിന്നെ ആളുകളും ആ ഒരു ഡ്രസ്സിങ്ങും ട്രഡീഷണൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ട്രഡീഷണൽ സോങ് ആണ് അവർ പ്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറെ ഇത് അതായത് ഒരു 100-200 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള മാൾട്ടയിലെ ആളുകൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ആണ് കേട്ടോ ഇവർ ഇപ്പൊ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നിറച്ച ആളുകളാണ്. അത് കാണാനൊക്കെ ഇഷ്ടം പോലെ ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആളുകൾ മുന്നിൽ ഇരിക്കും മാത്രമല്ല കേട്ടോ, കിടന്നു വരികയാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരെ മുന്നിലേക്ക് വന്നിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് ആ ഒരു സ്റ്റേജ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ അവർ പെർഫോമൻസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ പാട്ടിന്റെ താളത്തിലൊക്കെ കുറെ കൊച്ചുപിള്ളേരും വലിയവരും എല്ലാവരും കൂടെ കൂട്ടി നല്ല ഡാൻസ് ഒക്കെ നല്ല സ്റ്റെപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ അങ്ങ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവരെയൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് പോവുകയാണ്. നമ്മൾ ആ ഒരു മെയിൻ ഇവിടുത്തെ ആ ഒരു ഫെസ്റ്റിവലിന്റെ മെയിൻ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കാണ് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ. തിരക്കിനൊന്നും ഒരു തരത്തിലുള്ള ഒരു കുറവുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് ഒരു സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സിന്റെ ഒരു പാമ്പ് പോലെ ഒരു നിര കിടക്കുന്ന ഒരു ഏരിയയിലേക്ക് നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് കാണുന്ന പോലെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എത്രത്തോളം തിരക്കുണ്ടെന്ന്. ഇവിടെ നമുക്ക് കുറെ ചെറിയ പാവയുണ്ടല്ലോ, ചെറിയ മോഡുകളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു കടയാണ് കേട്ടോ. ഒരു ചെറിയ കീ ചെയിനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ പാമ്പിന്റെ ആകൃതിയിലുള്ള ചെറിയ ടോയ്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെറിയ ക്യാൻഡിൽസ് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാനിവിടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ കുറെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട്. ആ ഒരു ഷോപ്പ് ഓണർ അതിന്റെ പുറകിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഒരു ഹണി ഷോപ്പിലേക്കാണ്. അതായത് ഈ ഒരു ഫോറസ്റ്റിനകത്ത് തന്നെ കളക്ട് ചെയ്തിട്ടുള്ള കുറെ ഹണി ആണ് കേട്ടോ, കുറെ തേനാണ് കേട്ടോ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ആ തേനൊക്കെ വിൽക്കുന്ന കുറെ ആളുകളെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കവർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് കണ്ടോ, ഒരു ആംബുലൻസ് ആണ്. അതായത് ഇത്രയും ആളുകൾ വരുന്ന ഒരു സ്ഥലമല്ലേ, അപ്പം സേഫ്റ്റിക്ക് ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയില്ല. അത് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി, സേഫ്റ്റി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു 2-3 പ്രാവശ്യം ഈ വീഡിയോ ഞാൻ ഈ സേഫ്റ്റിയുടെ കാര്യം ഇങ്ങനെ പറയുന്നത്. കണ്ടോ, ഒരു ആംബുലൻസ് അവിടെ കിടക്കുന്നുണ്ടാ. അപ്പം നമ്മൾ എല്ലാ ഈ ഫെസ്റ്റിവലിന്റെ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേനും നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ലതായിട്ട് കിടന്ന അകത്താണ് കേട്ടോ. അതായത് ഇവിടുത്തെ കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നല്ലൊരു സമയമായിട്ടുണ്ട്. ഇപ്പൊ രാത്രി ഒരു 10-12 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഓരോരോ കാഴ്ചകളിലേക്ക് നമ്മൾ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇനി ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ലോഗ്സ് ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.